ഹലോ, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് അഞ്ജന. നമ്മുടെ ചെടികളിലൊക്കെ ഉണക്കാൻ കഴിവുള്ള ഒരു പ്രാണീനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വേറെ ആരുമില്ല, ഈ കാണുന്ന മീലി ബഗ്സിനെ കുറിച്ചിട്ടാണ്. കുറച്ച് തിരക്കൊക്കെ ആയിട്ട് ചെടികളോടുള്ള നോട്ടം ഒന്ന് കുറഞ്ഞപ്പോൾ ആൾക്കാർ ഇഷ്ടം പോലെ കയറി പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെന്നെ എങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ ചെടിയുടെയൊക്കെ നീര് വലിച്ചെടുത്ത് അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ പഴുപ്പിച്ച് ആ ചെടീനെ മൊത്തത്തിൽ ഉണക്കാൻ കഴിവുള്ള ഒരു തരം പ്രാണിയാണ്, അല്ലെങ്കിൽ കീടാണുമാണ് ഈ മീലി ബഗ് എന്ന് പറയുന്നത്. മീലി ബഗ് എന്നോ മീലി മുട്ട, മഞ്ഞിപ്പുഴു, അങ്ങനെ പലതരത്തിലുള്ള പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഈർപ്പുള്ളതും ചൂടുള്ളതായിട്ടുള്ള ആ ഒരു ആവാസ വ്യവസ്ഥയിലാണ് ഇവർ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പപ്പായ, മുരിങ്ങ, പിന്നെ നമ്മുടെ വഴുതനങ്ങ, അങ്ങനത്തെ ചെടികൾ, അങ്ങനത്തെ പച്ചക്കറികളിലും റോസ്, ചെമ്പരത്തി, അങ്ങനത്തെയൊക്കെ ചെടികളിലാണ് ഇവരെ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. ഇലയുടെ അടിഭാഗത്തും അതുപോലെ തന്നെ തണ്ടുകളിലൊക്കെ ഇങ്ങനെ ഒന്നിനു മീതെ ഒന്നായിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടം പഞ്ഞി പോലെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു തരം പ്രാണികളാണ് കേട്ടോ ഈ മീലി ബഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും. ചെടിയുടെ നീര് മൊത്തം അവർ വലിച്ചെടുത്ത് ആ ഒരു ചെടീനെ ഉണക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ശരീരമാണ്, നല്ല പഞ്ഞി പോലെ, കാണുമ്പോൾ ഇങ്ങനെ പഞ്ഞി പോലെ തോന്നുന്ന ഒരു തരം പ്രാണികളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റോസിനെ നോക്കിയാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മീലി ബഗ്സിന് അതിനെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ചെറിയ രീതിക്ക് വന്ന് പറ്റിയിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു ചെറിയ സൈസ് റോസിലൊക്കെ ആണെങ്കിൽ ആ ചെടി ചിലപ്പോൾ മൊത്തത്തിൽ പഴുത്ത് പോകാറായി തുടങ്ങിയിട്ടുണ്ടാവും. ഇതിപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസുള്ള പ്ലാന്റ് ആയ കാരണം പ്ലാന്റിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ പല പല വീഡിയോസിൽ പലരും പലതൊക്കെ ചെയ്യുന്നുണ്ട്. വേപ്പെണ്ണ, അതുപോലെ ഷാംപൂ, പുകയില കഷായം, അങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മീലി ബഗ്സിനെ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ ഒഴിവാക്കണം വെച്ചെങ്കിൽ അതിനോട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കീടനാശിനികളാണ്. നിംബിസിഡിൻ എന്നൊക്കെ പറയുന്ന കീടനാശിനികൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതിനെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അല്ല, നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ള കുറച്ച് സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഇലകളിലും ചെറിയ തണ്ടിലൊക്കെയാണ് ഈ ഒരു മീലി ബഗ് ഇരിക്കണമെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. വലിയ അല്ലെങ്കിൽ ഒരു ചെടി മുഴുവൻ വലിയതായിട്ട് കുറേ സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മൊത്തത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ചെറിയ ചെറിയ ഇലകളിലും അല്ലെങ്കിൽ ഇങ്ങനെ പൂവിൻ്റെ തണ്ടിലൊക്കെയാണ് ഇരിക്കണത് വെച്ചെങ്കിൽ മാക്സിമം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പൂവൊക്കെ കട്ട് ചെയ്യുമ്പോൾ വിഷമം ഉണ്ടായിരിക്കും, പക്ഷേ പൂ പോണതാണോ അതോ ചെടി പോണതാണോ നല്ലതെന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരണ്ടി കളയാൻ പറ്റും. അതായത് ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് അരിച്ചു പോണതോ അല്ലെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നോ അനക്കാൻ പറ്റാത്ത അങ്ങനത്തെ പ്രാണികളല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോണ തരത്തിലുള്ള ഒരു തരം പ്രാണികളാണ്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നീക്കാൻ പറ്റുന്നതിനൊക്കെ ഒന്നിങ്ങനെ ഉരച്ചു കൊടുത്തിട്ട് കളയാൻ ശ്രമിക്കുക. ഇനി അത് ചെയ്തിട്ടും പോണില്ല വെച്ചെങ്കിൽ വെള്ളം കുറച്ച് ഫോഴ്സായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഈ പ്രാണികളുള്ള ഭാഗത്തോട്ട് വെള്ളം ഇങ്ങനെ നന്നായിട്ട് ചീറ്റിച്ചു കൊടുക്കുക. സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കണമെങ്കിൽ നല്ല ഫോഴ്സിലാക്കണം, അപ്പോഴും കുറേയൊക്കെ നശിച്ചു പോകും കേട്ടോ. പിന്നെ നമ്മൾ ഈ വെള്ളം കൊണ്ടും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഉരച്ചിട്ട് കാക്കുമ്പോൾ ചെടിയുടെ കടക്കിലാണോ വീഴണമെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കടഭാഗത്ത് വീണ് അതിൻ്റെ വേരിലൊക്കെയാണ് ഈ മീലി ബഗ്സ് പോയിരിക്കണതെങ്കിൽ പിന്നെ ആ ചെടി നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല, അങ്ങനെ ആയി പോകും കേട്ടോ. അത്രയും നന്നായിട്ട് അതിൻ്റെ നീര് മൊത്തം വലിച്ചെടുക്കും. അത്തരത്തിലുള്ള കഴിവുള്ളൊരു തരം പ്രാണികളാണ്. പിന്നെ ഇത് പകരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ അടുത്തുള്ള ചെടികളിലേക്കൊക്കെ ചിലപ്പോൾ ഇതിങ്ങനെ കയറിപ്പറ്റും. അപ്പോൾ ഒരു ചെടിയിൽ നമ്മൾ കണ്ടു വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അവിടെ നിന്ന് മാറ്റി വെക്കുക കേട്ടോ. അതാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. ഇനി ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് മാറണില്ല, കുറേ അധികം ഉണ്ടെച്ചെങ്കിൽ കുറച്ച് സോപ്പ് സൊല്യൂഷൻ ഇല്ലേ, സോപ്പ് പൊടിയോ സോപ്പ് സൊല്യൂഷനോ അങ്ങനെ എന്തെങ്കിലും കുറച്ചധികം വെള്ളത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അത് തേച്ച് കൊടുത്താലും അത്യാവശ്യത്തിന് പോവുക കേട്ടോ. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിൽ പ്രാണിയൊന്നും ചത്തിട്ടുണ്ടാവില്ല, നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ കുറച്ചധികം നമുക്ക് സോപ്പ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം. കാരണം അതിനിപ്പോൾ കേട് വന്ന് പോയാലും കുഴപ്പമില്ല, നമ്മൾ വേണ്ടാതെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഭാഗമല്ലേ. അപ്പോൾ അതിലേക്ക് കുറച്ചധികം സോപ്പ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ട് അത് മൊത്തം ചത്ത് പൊക്കോട്ടെ. അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലത്തെ ജീവികൾ വേറെയിലേക്ക് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചെടിയിലുള്ളതാണെങ്കിൽ നമ്മളിതുപോലെ സോപ്പ് സൊല്യൂഷൻസ് നന്നായിട്ട് തെളിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, കടഭാഗത്ത് സോപ്പായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. ഇത് ജസ്റ്റ് സ്പ്രേ ചെയ്താലും നല്ലതാണ് കേട്ടോ. പക്ഷേ ഒറ്റ സ്പ്രേയിൽ അത് പോവില്ല, 1-2 തവണയൊക്കെ സ്പ്രേ ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ്റെ ഒരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ടും അതിനെ ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ്. അത് കാരണം ഞാൻ കൈകൊണ്ട് തന്നെ മറ്റേ സോപ്പ് സൊല്യൂഷൻ തെളിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ കഴുകി കൊടുത്തു. ഇപ്പോൾ ഒരു തരി പോലും ഇല്ലാതെ ഞാൻ മൊത്തത്തിൽ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ചിലവർക്ക് കൈകൊണ്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പേടിയോ ടെൻഷനൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും അലർജിക്ക് ആവുമെന്നൊക്കെ. അങ്ങനെയുള്ളവരാണെങ്കിൽ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാറ്. ഇനി കൂടുതലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയൂ. അപ്പോൾ എന്നാൽ അടുത്ത ദിവസം